എല്ലാവർക്കും സ്മിതാസ് സ്പൈസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു നാടൻ കോഴിക്കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ കൂടെ അല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ നന്നായിരിക്കും. ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ഇത് കുറച്ച് സമയം മാറ്റി വെക്കാം. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ, അരമണിക്കൂർ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊക്കെ ഇതിൽ നന്നായി പിടിക്കട്ടെ. നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് വേവുണ്ട്. നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നത് വരെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു പാൻ വെച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാം. 2 വലിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് വഴറ്റുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മുറിച്ച് വെച്ച ഉള്ളി ചേർത്ത് നന്നായി വഴറ്റുക. അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയാൽ വേഗം തന്നെ വഴന്നു കിട്ടും. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. നന്നായി വഴറ്റുക. 2 പച്ചമുളകും ചേർക്കുക. നമ്മൾ വലിയൊരു തക്കാളി ചോപ്പ് ചെയ്തും ചേർക്കുന്നുണ്ട്. അതുപോലെ 2 കതിർപ്പ് കറിവേപ്പിലയും ചേർക്കുക. നമ്മൾ ഇനി ഒരു തക്കാളി പ്യൂരി ആക്കിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഉള്ളിയൊക്കെ വഴഞ്ഞ് വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചില്ലിപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. മല്ലിപ്പൊടി നമ്മൾ ഈ സമയം ചേർക്കുന്നില്ല, കാരണം ചിക്കൻ വേവിക്കുമ്പോൾ തന്നെ അതിൽ ചേർത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് വഴറ്റുക. തക്കാളി നന്നായി വെന്തുടയുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി അരച്ചതും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ അരച്ച് ചേർത്താൽ കറിക്ക് നല്ല തിക്ക് ഗ്രേവിയും ആയിരിക്കും, അതുപോലെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വെന്ത് വരുന്നത് വരെ നന്നായി വഴറ്റി വേവിക്കുക. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ കുറച്ച് വെള്ളവും ചേർത്ത് വേവിക്കാം. നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ആ വെന്ത ചിക്കൻ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നന്നായി മിക്സ് ചെയ്യുക. ആ ഉള്ളിയും തക്കാളിയും എല്ലാം ഇതിൽ നന്നായി മിക്സ് ചെയ്യട്ടെ. പിന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങ അരപ്പ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർക്കുന്നത്. തേങ്ങയിൽ കുരുമുളകും വെളുത്തുള്ളിയും കറിവേപ്പില, 1 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട ഇതൊക്കെ ചേർത്ത് നന്നായി വറുത്ത് അരച്ച് വെച്ച അരപ്പാണിത്. അത് ആവശ്യത്തിന് ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് ഗ്രേവി പാകത്തിനാകുന്നത് വരെ തിളപ്പിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും നമ്മൾ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാൻ കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ എരിവൊക്കെ വേണ്ടുന്നത്. നന്നായി മിക്സ് ചെയ്യാം. ചിലർക്ക് നന്നായി തിക്കായ ഗ്രേവി ആയിരിക്കും വേണ്ടുന്നത്, ചിലർക്ക് അധികം ഗ്രേവി വേണ്ടി വരില്ല. അതിനനുസരിച്ച് ചെയ്യുക. കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പും ചേർക്കുക. അതുപോലെ 1 അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിക്കും റൈസിനും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഇത് നമ്മുടെ ചിക്കൻ കറിയുടെ റെഡിയായി. പിന്നെ ഇത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.